രാവിലെ തന്നെ സിത്താരയുടെ വീഡിയോ കോൾ കേട്ടിട്ടാണ് കേട്ടോ ഞാൻ നീച്ചത്. ഇന്നലെ ഉള്ളി ചോപ്പ് ചെയ്യണ കൂട്ടത്തില് അവള് വിരലും കൂടെ അങ്ങോട്ട് ചോപ്പ് ചെയ്തു. അപ്പൊ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അവസാനം 4 സ്റ്റിച്ച് ഇട്ടു കേട്ടോ. ഇന്ന് രാവിലെ വിരൽ അനക്കാൻ വയ്യ, നല്ല പെയിൻ ഉണ്ട്, കുറച്ച് ഹെൽപ്പിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയായി. ബൈ ദ ബൈ, ഈ ഒരു ടോപ്പിന്റെ ലിങ്ക് വേണ്ടവർ കമന്റ് ചെയ്യുക. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് വെയർ ചെയ്യാൻ ഏറ്റവും എളുപ്പവും സുഖമാണ് ഇത്. ഇവിടെ നിന്ന് ആകെ ഒരു 3.5 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അപ്പോൾ ശ്യാമിനെയും കൂട്ടി ഞാൻ വേഗം അവിടെ ചെന്നു. ഓനെ കൊണ്ട് എൻ്റെ ബാഗൊക്കെ പിടിപ്പിച്ചു. എന്തെങ്കിലും ഒരു പണി എടുക്കട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചു. കയ്യിലിരിപ്പോണ്ട് സംഭവിച്ചതാണെങ്കിലും അഹങ്കാരത്തിന് ഒട്ടും കുറവില്ലാതെ നിൽക്കണ നിപ്പാണ് ഇപ്പം നിങ്ങളീ കാണുന്നത്. പന്തം കത്തിക്കാൻ നിൽക്കണ പോലെ നിന്നിട്ട് കുഴങ്ങിയപ്പോൾ അവൾ അവിടെ ഇരുന്നു കേട്ടോ. ഞാൻ ആദ്യം ചെന്നിട്ട് അവിടുത്തെ കർട്ടനൊക്കെ നീക്കി കുറച്ച് ശുദ്ധമായി കയറിക്കോട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചു. പിന്നെ ഒരു തലയ്ക്കുന്ന അങ്ങോട്ട് തുടങ്ങി. ആദ്യം അടുക്കളയിലെ ഒരു കൂട്ടം പാത്രങ്ങൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചു. ഇന്ന് രാത്രി കാന്താര മൂവി കാണാൻ പോവാൻ കരുതിട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഓർമ്മയില്ലാത്ത ഭാഗങ്ങളൊക്കെ അവരിരുന്ന് കാണുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൾ ഇനി കുറച്ചു നേരം ഇന്നെ നോക്കാന്ന് പറഞ്ഞിട്ട് ഇന്റെ മുടിയൊക്കെ കെട്ടിറക്കുമായിരുന്നു കേട്ടോ. അടുത്തത് കൊട്ട കണക്കിനുള്ള തുണി തിരുമ്പി തോരടുക എന്നുള്ളതായിരുന്നു. തിരുമ്പലൊക്കെ ഞാൻ വരുമ്പോഴേക്കും കഴിഞ്ഞായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ തോരട്ട് കൊടുത്തു. പാവല്ലേന്ന് വിചാരിച്ച് മുടിയൊക്കെ ഞാൻ കെട്ടിക്കൊടുത്ത് പൊന്നുപോലെ നോക്കി അവളെ.